സോറിയാസിസ്, തൊലിപ്പുറത്തുണ്ടാവുന്ന എക്സിമ, റാഷസ്, ചൊറിച്ചിൽ പോലെയുള്ള ബുദ്ധിമുട്ട്, അത് മാത്രമല്ല തൊലിപ്പുറത്ത് വട്ടത്തിൽ കണ്ടുവരുന്ന അലോപേഷ്യ പോലെയുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന ആളുകൾ ഒരുപാട് മരുന്നുകളൊക്കെ പരീക്ഷിച്ചിട്ടും റിസൾട്ട് കിട്ടാതെ വരുന്ന ആ ഒരു മാനസികാവസ്ഥ, ആ ഒരു വിഷമമെല്ലാം മാറുന്നതിന് വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഫലപ്രദമായിട്ടുള്ള മരുന്ന് പ്രയോഗ രീതിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് 2 മരുന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് സ്കിൻ ഓയിലാണ്, അതുപോലെ തന്നെ അത് ഹണി മിക്സ്. ഈ 2 മരുന്നുമാണ് നമുക്ക് പ്രധാനമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടത്. ഇത് ഒന്നാമതായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഈ പറയുന്ന സ്കിൻ ഓയിലാണ്. ഇത് നമ്മുടെ ശരീരത്തിലുള്ള ആ തൊലിയൊക്കെ പൊളിഞ്ഞിളകി വരുന്ന സാഹചര്യങ്ങൾ, സ്കെയിലിംഗ് പോലെയുള്ള ബുദ്ധിമുട്ട്, ചൊറിച്ചിൽ പോലെ വരുന്ന ആ ഒരു പ്രയാസം, റാഷസ് പോലെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്, അത് മാത്രമല്ല എക്സിമ വരുന്ന സമയത്ത് നമുക്കിങ്ങനെ വളരെ കറുത്തിട്ടായിരിക്കും ഉണ്ടാവുന്നത്. കാലിന്റെ മടമ്പിന്റെ ഭാഗത്തായിട്ടായിട്ട് കറുപ്പ് നിറത്തിൽ വരുന്നുണ്ട്. ചിലപ്പോൾ ഡാർക്ക് റെഡിഷ് ആയിട്ട് വരുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നമുക്ക് ഈ ഒരു മരുന്ന് സ്കിൻ ഓയിൽ വളരെ പെട്ടെന്നാണ് റിസൾട്ട് കിട്ടുന്നത്. സോറിയാസിസ് പല ആൾക്കാർക്കും പല രൂപത്തിലാണ് എഫക്ട് ചെയ്യുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെറിയ സ്പോട്ടുകളായിരിക്കും, റാഷസ് ആയിട്ട് വരുന്ന പോലെ തന്നെ ചെറിയ ചെറിയ സ്പോട്ടുകളായിട്ട് വരാറുണ്ട്. ചിലർക്ക് നെഞ്ചിന്റെ ഭാഗത്തായിട്ട് വട്ടത്തിൽ കാണാറുണ്ട്. സ്കാൽപ് സോറിയാസിസ് ആയിട്ട് എഫക്ട് ചെയ്യാറുണ്ട്. ഉള്ളം കയ്യിലായിട്ട് ഇങ്ങനെ സോറിയാസിസ് പോലെ വന്നിട്ട് ഇങ്ങനെ നീരോടുകൂടി വരുന്ന അവസ്ഥ, അസഹ്യമായിട്ടുള്ള ചൊറിച്ചില്, കാലിന്റെ പാദങ്ങളിൽ കണ്ടുവരുന്ന ഒരവസ്ഥ, വയറിന്റെ ഭാഗത്ത്, പുറം വശത്ത്, ഇങ്ങനെ പല രൂപത്തിലാണ് ഈ സോറിയാസിസ് എഫക്ട് ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് അതിങ്ങനെ വ്രണത്തിൽ പോലെ വന്നതിന് ശേഷം അതിങ്ങനെ റെഡിഷ് ആയിട്ട് തടിച്ചു നീക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. സ്കെയിലിംഗ് ആയിട്ട് ഇങ്ങനെ പൊളിഞ്ഞു വരും. തല മുതൽ കാല് വരെ, ഫേസിൽ ഉൾപ്പെടെ ഡ്രൈനസ് വന്നിട്ട് പൊളിഞ്ഞിളകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അസാധാരണമായിട്ട് കണ്ടുവരുന്ന ഇഷ്യൂസ് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് സോറിയാസിസ് എഫക്ട് ചെയ്യുന്നത്. എന്നാൽ മറ്റ് ചില രീതിയിലുള്ള സിംറ്റംസുകൾ നമുക്ക് കാണാറുണ്ട്. ഡെർമറ്റൈറ്റിസ് ഇഷ്യൂസിന്റെ ഭാഗമായിട്ട് തന്നെ ഈ പറഞ്ഞ പോലെ എക്സിമ അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ, കൂടുതൽ പേരിലും ചൊറിച്ചിൽ കാണാറുണ്ട്, പറ്റല് പോലെ വരുന്ന അവസ്ഥ, അതുപോലെ തന്നെ വട്ടത്തിലായിട്ട് ഈ റിംഗ്വേം പോലെ വരുന്ന സാഹചര്യങ്ങൾ. അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഈ ഒരു മരുന്ന് വളരെ നല്ല ബെറ്റർ ആയിട്ട് നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ സ്കിൻ ഓയിൽ നമുക്ക് അവിടെ പുരട്ടി കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 1.5 മണിക്കൂർ നമുക്ക് അവിടെ ഹോൾഡ് ചെയ്യാം. ഹോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇളം ചൂട് വെള്ളത്തിൽ കഴുകിക്കളയാം. ഒരു ദിവസം 1, 2, 3 പ്രാവശ്യമായിട്ട് നമുക്കത് ഉപയോഗപ്പെടുത്താം. അങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ 1 മാസം ഉപയോഗിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഈ സോറിയാസിസ് കൊണ്ട് വർഷങ്ങളോളം പ്രയാസപ്പെടുന്ന ആൾക്കാർക്കുണ്ട്. അവർക്കെല്ലാം റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് അല്ലർജുന്റെ ഈ ഒരു സ്കിൻ ഓയിൽ. ഒരുപാട് ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള മരുന്നാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം നല്ല രീതിയിലേക്ക് ചൊറിച്ചിൽ എഫക്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഹണി മിക്സ് ഉപയോഗപ്പെടുത്താം. ഇത് എക്സിമ പോലുള്ള ബുദ്ധിമുട്ടിനും റാഷസ് പോലെ വരുന്ന പ്രയാസങ്ങൾ, അതുപോലെ തന്നെ ചെറിയ പിമ്പിൾസ് മാർക്ക് വന്നിട്ട് ആ പാടുകൾ മാറാനും, അല്ലെങ്കിൽ എന്തെങ്കിലും പൊള്ളി വരുന്ന അവസ്ഥയിലൊക്കെ അങ്ങനെ ആ ഒരു പാടൊക്കെ മാറി വരാനും, കളർ ഡിസ്കളറേഷനൊക്കെ മാറി വരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഈ പറയുന്ന അല്ലർജുന്റെ ഹണി മിക്സ്. ഇത് തേനിൽ തയ്യാറാക്കുന്ന ഒരു മരുന്നാണ്. അപ്പൊ ഈ 2 ഐറ്റം മരുന്നാണ് നമുക്ക് ഈ പറഞ്ഞ ഇഷ്യൂസിന് ബെറ്റർ ആയിട്ട് പ്രയോഗിക്കാൻ പറ്റുന്നത്. പ്യുവർ നാച്ചുറൽ ആയിട്ടുള്ള മരുന്നാണ്. വേറെ യാതൊരു പാർശ്വഫലങ്ങളും വരുന്നില്ല. കെമിക്കൽ കണ്ടന്റ് ഒട്ടും ചേരാത്ത നല്ല നാച്ചുറൽ ആയിട്ടുള്ള മരുന്നാണ്. അപ്പൊ ഈ മരുന്ന് നമുക്ക് ഉപയോഗിക്കേണ്ട വിധങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത്, സ്കിൻ ഡിസീസ് ഉള്ള ആളുകൾ പ്രധാനമായിട്ടും പുളിപ്പുള്ള ആഹാരങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് ഒഴിവാക്കണം. കൂടുതലായിട്ട് നാരങ്ങ, മുസമ്പി, ഓറഞ്ച്, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകൾ നമ്മൾ ഒഴിവാക്കുകയും കൂടുതലായിട്ട് വൈറ്റമിൻസും മിനറൽസും ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പപ്പായ, ചുമന്ന ആപ്പിള്, അനാറ്, ഇതൊക്കെ കഴിക്കുന്നത് സ്കിന്നിന്റെ ടോൺ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ ഐറ്റംസുകളും, എല്ലാ വിഭവങ്ങളൊക്കെ, പച്ചച്ചീര, ബ്രൗൺ ചീര, അഗസ്തിപ്പൂവ്, അഗസ്തിയില, വാഴക്കൂമ്പ്, വാഴത്തണ്ട്, കടച്ചക്ക, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകൾ കഴിക്കുന്നതും സ്കിന്നിന്റെ ടോൺ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. കൂടുതലായിട്ട് വൈറ്റമിൻസും മിനറൽസും ഇൻക്രീസ് ആവുകയും നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിന്റെ അളവിനെ കുറച്ചു കൊണ്ടുവരാനും നമ്മൾ ശ്രമിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്രമീകരണത്തിലൂടെ നമുക്ക് പൂർണ്ണമായിട്ടും സോറിയാസിസിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന മരുന്നാണ്. പ്രത്യേകമായിട്ട് വർഷങ്ങളോളം പഴക്കമുള്ള കേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മരുന്ന് പ്രയോഗ രീതിയും അതിനോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ വരുത്തേണ്ട ക്രമങ്ങളും ജീവിത ശൈലിയിൽ വരുത്തേണ്ട ക്രമങ്ങളും മാത്രമല്ല ഇതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൂടിയുണ്ട്. അത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ, അങ്ങനെയുള്ള കേസുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചുവടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു മാസം മുതൽ 3 മാസം കൊണ്ട് തന്നെ നമുക്ക് ഈ സോറിയാസിസ് പോലുള്ള ബുദ്ധിമുട്ടിനെയും, അത് മാത്രമല്ല ഈ പറഞ്ഞ എക്സിമ പോലെ, അതുപോലെ റാഷസ്, അസഹ്യമായിട്ടുള്ള ചൊറിച്ചിൽ, റിംഗ്വേം പോലെ വരുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കേസുകൾക്ക് നമുക്ക് നല്ലൊരു ശമനം നമുക്ക് പ്രതീക്ഷിക്കാം. അത് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് വേണ്ടി വരുന്നത്.
അങ്ങനെ നമ്മൾ നല്ലൊരു ക്രമീകരണത്തിലൂടെ സോറിയാസിസ് നമുക്ക് നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് ഡെർമറ്റൈറ്റിസ് ഇഷ്യൂസ്. ഞാൻ ഈ പറഞ്ഞ പോലെ പല പല വ്യത്യസ്തമായിട്ടുള്ള അനുഭവസ്ഥര് അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുക. അല്ലർജുന്റെ സ്കിൻ ഓയിൽ, അതുപോലെ തന്നെ അല്ലർജുന്റെ ഹണി മിക്സ്. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.